ഹലോ. അപ്പോൾ ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് എനിക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. സർപ്രൈസായിട്ട് തന്നെയായിരുന്നു അത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സർപ്രൈസും അത് ഓപ്പൺ ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ ഞാൻ ഡ്യൂട്ടിക്ക് കയറുന്നതും അതിനെപ്പറ്റി കൂടുതലുള്ളവരോടൊക്കെ പറയുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അത് ഓപ്പൺ ചെയ്യാണ്. അതെന്താവും എന്നുള്ളത് ഏകദേശം എനിക്കറിയാം. പക്ഷേ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും കിട്ടിയപ്പോൾ അത് എന്തായിരിക്കും, കാരണം തന്ന ആളുകൾ എനിക്കറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ അത് എന്തായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് എങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ ഓപ്പൺ ചെയ്യാണ്. അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ. കാരണം വിഷുവിന് എനിക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഓൾറെഡി അവർ നമുക്ക് തന്നു, അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഇങ്ങനൊരു ഒരു ഫ്രെയിമൊക്കെ ആക്കിയിട്ട് എനിക്കത് തരും എന്ന് പറഞ്ഞപ്പോൾ അത് തന്നു എന്ന് ഭയങ്കര, എനിക്ക് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു കാര്യം. അപ്പോൾ കൂടെ ഉള്ളവരും പറഞ്ഞു നന്നായിട്ടുണ്ട്. കാരണം എൻ്റെ ഒരുവിധം ഫോട്ടോസൊക്കെ അതിനകത്ത് വെച്ചിട്ട് ആണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ഭയങ്കര സന്തോഷമൊക്കെ തോന്നി, നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ വീടിന്റെ ഐശ്വര്യം. അങ്ങനെ കുറച്ച് സ്നാപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമായി. ഒരു വലിയ ഫ്രെയിമും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു നിമിഷം തന്നെയായിരുന്നു കേട്ടോ. കാരണം ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്രെയിം നമുക്ക് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ ശേഷം ഇങ്ങനെ കിട്ടുന്നതും ആദ്യമായിട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ വലിയൊരു സന്തോഷം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ ഞാനത് ഹോസ്പിറ്റലിൽ ഒരു സൈഡിൽ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.